ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് വന്നൊക്കെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടതാണ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഏകദേശം എല്ലാം കഴിഞ്ഞു, ഫുള്ളായിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ ഇനിയും സെറ്റ് ചെയ്യാനുണ്ട്. എങ്കിലും ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാം. കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടെന്ന് ഹോം ടൂർ. അതുകൊണ്ട് എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഇന്ന് ഹോം ടൂറാണ് ചെയ്യുന്നത്. എൻ്റെ പൊന്നു ഗൈസ്, ആദ്യമേ തന്നെ പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ടല്ല മാറിയത്, അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് മാറിയത്. മറ്റേ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ട് പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലാണ് മാറിയത്. ഞാൻ വേണമായിട്ട് തന്നെയാണ് ഗൈസ് വീടെന്ന് പറഞ്ഞത്. കാരണം നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും മക്കളോ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ പോയാൽ പിന്നെ നാട്ടിൽ നമ്മുടേതായിട്ട് കിടക്കുന്ന സഹോദരങ്ങൾക്കായാലും അമ്മയ്ക്കായാലും അച്ഛനായാലും കിടക്കപ്പുറത്ത് കാണൂല ഈ നാട്ടുകാർ കാരണം മരം കാക്കുന്ന അല്ല എന്തോന്ന് കുലിക്കുക പൈസ വരുന്ന മരം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ വേണമായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ വീട്ടിലോട്ടല്ല അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് മാറിയത്. അയ്യോ, തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ കൊട്ടാരം. കയറി വരുമ്പം തന്നെ ഒരു മിനിറ്റ്, ഞാൻ കഥ കൊണ്ട് അടച്ചോട്ടെ. ഓക്കെ, കയറി വരുമ്പോൾ ഇവിടെ കീ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. കീസ് വെച്ചിട്ട് നമ്മുടെ കാറിൻ്റെ കീ, വീടിൻ്റെ കീ, അതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ ഒരു ക്ലോസറ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം നമ്മുടെ ജാക്കറ്റ്സ്, പിന്നെ ഷൂ റാക്ക്, അങ്ങനെ വേണ്ടുന്ന പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തൊക്കെയാണോ, ജാക്കറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാം, പിന്നെ ഷൂസ് ആണെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ ഇവിടെ നിന്ന് നടന്ന് വരുന്നത് നമ്മുടെ ഹാളിലോട്ടാണ്. അതിവിശാലമായ നമ്മുടെ ഹാളിലോട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗസ്റ്റുകളുണ്ട് ഗൈസ്, വീക്കെൻഡൊക്കെ ആകുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചെറിയൊരു സെറ്റി, കാരണം ഡൈനിങ് ടേബിൾ ഇത്രയും വലുതായതുകൊണ്ട് ഒരു ചെറിയ സെറ്റി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. ഞങ്ങളുടെ മാതാവ്, ഞങ്ങൾ ഇവരെല്ലാവരെയും കൊണ്ടുവന്നു. ഞങ്ങളുടെ മാതാവ്, എൻ്റെ പ്രിയപ്പെട്ട സെഞ്ചൂഡ്, പിന്നെ അവരിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ടിവിയുടെ അപ്പുറവും 2 ലൈറ്റ്. ഗൈസ്, അതിവിശാലമായ നമ്മുടെ ബാൽക്കണിയിലോട്ടാണ് അടുത്ത് നമ്മൾ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല, പേടിയാണ് ഗൈസ്. എനിക്ക് ഈ ബാൽക്കണിയിലൊക്കെ പുറത്തിറങ്ങി വന്ന് സംസാരിക്കുന്നതൊക്കെ പേടിയാണ്. ഇവിടെ ഞങ്ങൾ ഈവനിങ് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യും. പിന്നെ അതുകൊണ്ട് അപ്പുറത്ത് നമ്മുടെ നെയ്ബേഴ്സ് അവിടെ ഉണ്ട്. നമ്മുടെ ഭൂമിക, അതാണ് ഭൂമികയുടെ അപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇവിടെ അത്യാവശ്യം ഞങ്ങൾ ഇവിടെ നല്ല നീളത്തിലുണ്ട് ഗൈസ്. നമുക്ക് കമോൺ ഇങ്ങനെ. ഇനി ഇവിടെ ഞങ്ങളൊരു വലിയൊരു ഇതിട്ടിട്ടുണ്ട്. രാവിലെ വല്ലതും റെസ്റ്റ് എടുക്കാൻ തോന്നി രാവിലേക്ക് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം ഗൈസ്. പിന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നല്ല പൂളുണ്ട് ഗൈസ്. ഉച്ച സമയത്തൊക്കെ ഇവിടെ വന്ന് ഇറങ്ങി നിന്നാൽ കട്ട സീനാണ്. അവിടെ കുളിക്കുന്നതെല്ലാം നമുക്ക് സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത് ഇവിടെ നമുക്ക് എ സി ഉണ്ട്. ഇവിടെ തന്നെ അപ്പാർട്ട്മെൻറ്റുകാർ തന്നെ നമുക്ക് എ സി ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ, ഇച്ചേൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കാണാൻ പോകാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഹോം ടൂർ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് പറയണമല്ലോ. നമ്മുടെ ചിട്ടി ഗൈസ്, ഇവിടെ നമ്മുടെ ചിട്ടി ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ക്ലീനിങ് ചെയ്യുന്ന വേലക്കാരിയാണ്. ഇവിടെ ക്ലീനൊക്കെ ചെയ്ത് തരികെ തിരിച്ച് വന്നിരിക്കും ഗൈസ്. ചിച്ചായ 3 മണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 മണിക്ക് ഇയാൾ ഇറങ്ങും. ആയിട്ട് ഇവിടെ അത്രയും ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്നിരിക്കും. അതാണ് നമ്മുടെ ചിട്ടി ഗൈസ്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ കിച്ചണിലോട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അതിമനോഹരമായ കിച്ചൺ ഗൈസ്. ഇതൊക്കെ നോക്ക് ഗൈസ്, എന്ത് ഭംഗിയാണ്. ഇതൊക്കെ ഇച്ചായൻ്റെയും നിക്കുവിൻ്റെയും കരവിരുതുകളാണ്. അവരാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് വെച്ചേക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് പാത്രം കഴുകാനുള്ള സെറ്റപ്പ്, പിന്നെ ഇത് നമ്മുടെ എയർ ഫ്രയർ, പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഗ്യാസ്, ഇതിൻ്റെ അകത്ത് ഓവനുണ്ട്. നമ്മൾ ഇതിനകത്ത് പപ്സൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ മിക്സി, ഫ്രിഡ്ജ് എല്ലാം കാലിയാണ് ഗൈസ്. കാരണം 3-ാം തീയതി നമ്മൾ സാധനം വാങ്ങി, നാളെ ആകുമ്പോൾ നമ്മളിത് നിറയ്ക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്. നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്യും, കൈ കാണിക്കുമ്പോൾ അത് ക്ലോസ് ചെയ്യും. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ക്ലോസ് ചെയ്യുന്നു. അടയടാ ഗൈസ്, ഞാൻ വീണ്ടും കൈ കാണിക്കുന്നുണ്ട്, അത് ഓപ്പൺ. ഇവിടെ നമ്മുടെ ഓവനുണ്ട്.
ഇതിവിടെ വെച്ചേക്കുന്നത് എന്തിനാ ഗൈസ്, അവിടെ വെക്കാവുന്നതായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ചൂടാക്കാൻ എളുപ്പമാണ്. നമുക്ക് ഭയങ്കര മടി, സൗകര്യങ്ങൾ കൂടുമ്പോൾ മടി കൂടുമല്ലോ. അതുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ പറയും ചെന്ന് ചൂടാക്കിക്കോളാം. അപ്പം അങ്ങനെ അവർ വന്ന് ചൂടാക്കും. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കാർപ്പറ്റൊക്കെ ആയതുകൊണ്ട് ഇവർ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ സ്പില്ലായാൽ നമുക്കത് പാടാം. അതുകൊണ്ട് ഇവിടെ ഇരുന്നാണ് അവരിപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഡിസിപ്ലിൻ കൂടുതൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഡിഷ് വാഷർ ഉണ്ട്, പാത്രം കഴുകുന്നത്. അതെല്ലാം ഇവിടെ നിന്ന് അപ്പാർട്ട്മെൻറ്റിലുള്ളത് തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ ഇവിടെ ഒത്തിരി കബോർഡ്സ് ഉണ്ട്, നമ്മുടെ സാധനങ്ങളും എല്ലാം വെക്കാനുള്ള കബോർഡ്സ് അമ്മ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിറയെ കബോർഡ്സ് താഴെ ഉണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാം ഇവിടെ അമ്മ വെച്ചിട്ടുണ്ട്. നമ്മൾ കത്തിയെല്ലാം ഇടുന്നതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈമില്ല ഗൈസ്, അല്ലെങ്കിൽ ഓരോന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ റൂമുകളിലാണ്. നമ്മുടെ ബാത്റൂം, ബെഡ്റൂം എല്ലാത്തിലുമാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളപ്പോൾ ആദ്യമേ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ കാണുന്നതാണ് അമ്മയുടെ കുട്ടികളുടെയൊക്കെ റൂമാണ് ഗൈസ് ഇത്. അപ്പോൾ അതിലായിട്ട് ആദ്യമായിട്ട് കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ബെർവിക്കിൻ്റെ ബെഡ്. ഇത് നമ്മുടെ ബെർവിക്കിനെ തട്ടി ഉറക്കുന്ന ആൻറ്റിയാണ്. ഇവരാണ് നമ്മുടെ ബെർവിക്ക് കിടന്നുറങ്ങുന്നത്. അറിയാമല്ലോ ഗൈസ്, കൈവച്ച് ഇങ്ങനെ തട്ടി കൊടുക്കും, ബെർവിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ ഇവിടെ അമ്മയും ബെന്നും ബെഡും മാഞ്ചോയും ഒക്കെ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ബെന്നിന് പഠിക്കാനുള്ള ഒരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു വിൻഡോ ഉണ്ട്. നല്ല വട്ടമായിരിക്കും ഗൈസ്. രാവിലെ ആകുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടിലായിരുന്നെങ്കിൽ ഞങ്ങളുടെ റൂമിൽ ഭയങ്കര പൊളിയാണ്, നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള റൂം. പിന്നെ ഇവിടെ നമ്മുടെ അമ്മയ്ക്ക് എപ്പോഴും ഇത് കാണണം, അത്ഭുത ജപമാല, കർക്കൃപാസന മാതാവിൻ്റെ ഇത്. അതുകൊണ്ടൊക്കെ അമ്മയ്ക്കൊരു TV വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലോസറ്റ് ഇതിനകത്ത് അമ്മയുടെയും കുട്ടികളുടെയൊക്കെ ഡ്രസ്സൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതാണ് ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നേരെ അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം എടുക്കാൻ അധികം ഞങ്ങൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ബാത്റൂം. ഇതാണ് ഗൈസ് ബാത്റൂം. പക്ഷേ ഇവിടെ കണ്ടോ ഗൈസ്, എത്ര ലൈറ്റാണ് നിർത്തി വെച്ചേക്കുന്നത്. ഇവിടെ എന്നാൽ ഹോളിലെ റൂമിലൊന്നും ലൈറ്റൊന്നുമില്ല കേട്ടോ. ബാത്റൂമിൽ എന്തോരം ലൈറ്റാണ് നിർത്തി വെച്ചേക്കുന്നത്. പിന്നെ ഈ സംഭവം നമ്മുടെ ഇത് എല്ലാവർക്കും സുപരിചിതനാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ പാരീസിൻ്റെ ഒരു ലുക്കില്ലേ ഗൈസ്, പാരീസ് കുറേ പാരീസ് ഉണ്ട്. പിന്നെ നമ്മുടെ വാഷ് ബേസൺ, ഇത് നമ്മുടെ ക്ലോസറ്റ്, ഇവിടെ നമുക്ക് ഞങ്ങൾ വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ ഇവിടെ ഇതിനകത്തുള്ള വേസ്റ്റ് ബിന്നാണിത്. പിന്നെ ഇവനും ഓട്ടോമാറ്റിക്കാണ് ഗൈസ്. നമ്മളിങ്ങനെ കൈ കാണിച്ചാൽ അത് ഓപ്പൺ ആയി വരും. പിന്നെ കുറച്ച് എത്രയോ സെക്കൻഡ്സ് കഴിയുമ്പോൾ അത് തനിയെ അടയും. അതുകൊണ്ട് ഞാൻ തന്നെ അടയ്ക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ബാത്തപ്പ് ഉണ്ട്. ഇവിടെയും നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ കണ്ട് ബാത്റൂമിൽ പോകാനോ കുളിക്കാനോ ഒക്കെ വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു സ്റ്റോർ റൂം ഉണ്ട് ഗൈസ്. ഇതിനകത്ത് സ്റ്റോർ റൂം ഉണ്ട്. ഇവിടെ അത്യാവശ്യം നമ്മൾ പാമ്പേഴ്സ് കുട്ടികൾക്ക് നമ്മൾ കുളി കഴിഞ്ഞിട്ട് എന്തൊക്കെ എടുക്കാവോ അതൊക്കെയാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴേക്കും ഇത് നമ്മുടെ ഇവിടെ വേറൊരു ക്ലോസറ്റ്. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ എന്തൊക്കെയോ അമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ഞങ്ങളുടെ സുന്ദരമായ മാസ്റ്റർ ബെഡ്റൂം ഗൈസ്. ഇവിടെ ഞാനും ഇച്ചായനും പിന്നെ അത്യാവശ്യം ആരെങ്കിലും 4 കുട്ടികളുണ്ടല്ലോ. ബെർവിക്ക് ഒഴിച്ച്, ബെർവിക്ക് അമ്മയുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും. അപ്പോൾ അമ്മ എഴുന്നേറ്റ് പാല് കൊടുക്കും. അതുകൊണ്ട് ബെർവിക്ക് അമ്മയുടെ കൂടെയാണ്. പിന്നെ ബെൻ, ബൈഡൻ, ബാഞ്ചോ അതിൽ ആരെങ്കിലും കിടക്കാനാണെങ്കിൽ അവർ ഗൈസ്. ഇവിടെ TV അല്ല, ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടറാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇവിടെ വന്നിരുന്ന് ആമസോണിലൊക്കെ പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമയൊക്കെ ഇവിടെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രൊജക്ടർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡിൻ്റെ അപ്പുറവും ലാമ്പ് വെച്ചിട്ടുണ്ട്. ഈ ലാമ്പൊക്കെ പ്രത്യേകത എന്താ ഗൈസ്, ടച്ച് ചെയ്താൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും, പിന്നെയും കുറച്ചുകൂടി ബ്രൈറ്റ് ആവും, പിന്നെ ടച്ച് ചെയ്ത് ഓഫ് ആവും, പിന്നെ ടച്ച് ചെയ്ത് ഓൺ ആവും. ഇതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതെന്തുവാന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഇച്ചായൻ്റെ ലോകം. ഇവിടെയാണ് ഇച്ചായൻ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്നത്, ഇവിടെ ഇരുന്നിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാം ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇച്ചാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇതിലിരുന്നാണ് ചെയ്തത് ഗൈസ്. ഇവിടെയും ബാൽക്കണി ഉണ്ട്, വലിയ ഗ്ലാസ് ഡോറാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇവിടെയും
നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഇതില്ലേ ഗൈസ്, കിടക്കാനൊക്കെ പറ്റുന്ന സംഭവം ഇവിടെയാണ്. അപ്പോൾ ഇത് നമ്മുടെ റൂമിൻ്റെ പുറത്തുനിന്ന് വരുമ്പോൾ ഈ വ്യൂ ആണ്. അവിടെ നമ്മൾ കുറച്ച് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട് മറ്റേ ലിവിങ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത് ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. അപ്പം ഇവിടെ ഭയങ്കര വെട്ടമാണ് ഗൈസ്. ഇത് രാത്രിയായി വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു മനോഹരമായ ഒരു ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ ഗൈസ്. ഇത്ര തന്നെ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള പുതിയൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനിതെല്ലാം അപ്ലോഡ് ചെയ്തായിരിക്കും. ബൈ.